എല്ലാവർക്കും നമസ്കാരം. ഞാൻ അബീസാണ്. ലെറ്റസ് റീഡ് ദ ന്യൂസ് വിത്ത് അബീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള മുഖ്യപ്രതിക്ക് ജാമ്യം. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 2 കേസുകളിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യം നേടി പുറത്തിറങ്ങി. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് അകത്ത് കിടക്കുന്ന കുറച്ച് പേരെയുള്ളൂ. അവരെല്ലാം ഇതുപോലെ പുറത്തിറങ്ങും. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ക്രിമിനൽ നിയമപ്രകാരം CRPC നിയമപ്രകാരം 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ജാമ്യം സ്വാഭാവികമായി ലഭിക്കും എന്നുള്ളതാണ്. എം മുരളി അന്തരിച്ചു. മാവേലിക്കര മുൻ MLA യും കോൺഗ്രസ് നേതാവുമായ എം മുരളി അന്തരിച്ചു. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 2-ന് ചെറുകൊല്ലിലെ വീട്ടുവളപ്പിൽ. VSന്റെ പത്മ പുരസ്കാരം കുടുംബം പാർട്ടി തീരുമാനത്തിനൊപ്പമെന്ന് മകൻ. അതായത് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത ഒരു പുരസ്കാരം അല്ലെങ്കിൽ ലഭിക്കാത്തൊരു പുരസ്കാരം VSനെ പോലുള്ള നേതാവിന് മരണാനന്തര ബഹുമതി നൽകിയതുകൊണ്ട് എന്താണ് അർത്ഥം എന്നുള്ളതാണ് അതിൻ്റെ ധ്വനി. അപ്പോൾ ഇനി അത് പാർട്ടി എന്ത് തീരുമാനിക്കുന്നു? മിക്കവാറും അത് നിരസിക്കാനാണ് സാധ്യത. അപ്പോൾ അടുത്തത് സന്തോഷ് ട്രോഫി കേരളം ഫൈനലിൽ. കേരളം സർവീസസ് ഫൈനൽ ഞായറാഴ്ച. കരുത്തരായ പഞ്ചാബിനെ 4-ന് മുട്ടുകുത്തിച്ച കേരളം സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കടന്നു. ഞായറാഴ്ച ഫൈനലിൽ സർവീസസിനെ നേരിടും. അങ്ങനെയാണ്. മണിപ്പൂരിൽ സംഘർഷം രൂക്ഷം. എന്തായാലും എവിടെ നോക്കിയാലും ഇത്തരം വാർത്തകളേ ഉള്ളൂ. അസ്വസ്ഥതയും ഉള്ള വാർത്തകൾ. പുതിയ KSRTC ബസ് സ്റ്റാൻഡ് സർക്കാരിൻ്റെ പച്ചക്കൊടി. അതാണ് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ്. കരിക്കാമുറിയിൽ പുതിയ KSRTC ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകി. കൊള്ളാം. നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കട്ടെ. മീഡിയ അക്കാദമിക്ക് പുതിയ മന്ദിരം കിഫ്ബി 31.56 കോടി അനുവദിച്ചു. അതും എറണാകുളത്തെ. എയർ ഇന്ത്യയെ മറികടന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഇൻറ്റീരിയർ മോടി പിടിപ്പിക്കാൻ 633 കോടി. അങ്ങനെയെങ്കിലും ആ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സീറ്റിങ്ങും ഒക്കെ ഒന്ന് മാറ്റി നല്ല രീതിയിലാക്കട്ടെ. വാണിജ്യം. OBC OEC സ്റ്റാർട്ടപ്പുകൾക്ക് ധനസഹായം. കൊച്ചി. രാജ്യാന്തര ഊർജ്ജമേള നാളെ മുതൽ. പനങ്ങാട് കുഫോസ് ക്യാമ്പസിൽ മന്ത്രി K. കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. രാജ്യാന്തര വിപണിയിൽ നിന്ന് മുത്തൂറ്റ് ഫിനാൻസ് 5500 കോടി രൂപ സമാഹരിച്ചു. ഇതൊക്കെയാണ് പത്രത്തിൽ വായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. 10ാം ക്ലാസ് സിലബസ് ഒറ്റയടയ്ക്ക് വെട്ടിക്കുറയ്ക്കില്ലെന്ന് മന്ത്രി ശിവൻകുട്ടി. കുസാറ്റിൽ മേഴ്സി ചാൻസ്. എന്താണ്? കളമശ്ശേരി. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ കുസാറ്റ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് കുസെക് കൂടാതെ സർവകലാശാലയുടെ കീഴിൽ അംഗീകൃത കോളേജുകൾ എന്നിവിടങ്ങളിൽ 2000-2014 കാലയളവിൽ പാർട്ട് ടൈം ഫുൾ ടൈം പഠനം നടത്തിയ BTech വിദ്യാർത്ഥികളിൽ 4.6 സെമസ്റ്ററുകളിൽ പാസ്സാകാത്ത വിഷയങ്ങൾ ഉള്ളവരിൽ നിന്ന് 1 ടൈം മേഴ്സി ചാൻസ് പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു. അതുകൊള്ളാം. അതായത് എയ്ഡഡ് സ്കൂൾ നിയമനം 2021-22 വരെയുള്ളവരെ കൂടി സർക്കാർ സംരക്ഷിക്കും. അധിക ബാധ്യതയാണ്, എങ്കിലും നല്ല കാര്യമാണ്. കാരണം ഒരുപാട് പേര് ഇങ്ങനെ ശമ്പളം ഇല്ലാതെയും ലക്ഷങ്ങൾ കൊടുത്തിട്ടേ ശമ്പളം ഇല്ലാതെ പൈസ ഇങ്ങനെ ജോലി ചെയ്ത് പോകുന്നുണ്ട്. അവർക്കൊക്കെ ഒരു ആശ്വാസമായിരിക്കും. 15 കോടി അധിക ബാധ്യതയെന്ന് മന്ത്രി. എന്തെല്ലാം കാര്യത്തിന് പൈസ ചിലവാക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കൂടെ ചിലവാക്കുന്നില്ലേ? ഇപ്പോൾ ഇലക്ഷനും കൂടെ അടുത്തല്ലോ. അപ്പോൾ പിന്നെ കിട്ടുന്നതൊക്കെ ഇങ്ങോട്ട് പോരട്ടെ ജനങ്ങൾക്ക് അല്ലേ. കേരളം, തമിഴ്നാട്, ബംഗാൾ, അസം, പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിന് നടപടികളുമായി കമ്മീഷൻ. ലോകസഭയിൽ എത്താതെ രാജ്യസഭയിൽ പ്രസംഗിച്ച് മോദി സ്പീക്കറുടെ മറവിൽ ഒളിക്കുന്നു പ്രിയങ്ക ഗാന്ധി. എല്ലായിടത്തും പ്രശ്നങ്ങൾ തന്നെയാണ്. എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രക്ഷയില്ലാത്ത സംഭവങ്ങൾ നടക്കുന്നത്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരളം ഫൈനൽ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 1 മണി മുതൽ ആണ് കേരളം സർവീസസിനെ നേരിടും. കാരണം സന്തോഷ് ട്രോഫി ഇത്തവണ നേടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങളൊരു വാർത്ത ശ്രദ്ധിച്ചു. ഇന്നലെ മുതൽ ദൃശ്യമാധ്യമ ചാനലിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇന്നത്തെ പത്രത്തിലുമുണ്ട്. ചുരിദാർ ഇട്ടതിന് പ്രധാന അധ്യാപികയെ തടഞ്ഞ സംഭവം. ഒന്ന് ആലോചിച്ച് നോക്കി. സ്കൂൾ മാനേജർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. വനിതാ കമ്മീഷൻ സ്വമേധ കേസെടുത്തു. കേസല്ല എടുക്കേണ്ടത്. സത്യം പറഞ്ഞാൽ സ്കൂളിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ അടക്കം ക്യാൻസൽ ചെയ്യണം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. എന്തും കാണിക്കാവുന്ന ഇത് എന്താണ് തെറ്റ്? ചുരിദാർ പോലൊരു മാന്യമായ വസ്ത്രം ധരിച്ച് സ്കൂളിൽ വന്ന പ്രധാന അധ്യാപികയെ വാതിലിൽ തടയുകയാണ് ഗേറ്റിന് പുറത്ത്. അവർ നന്നായി പ്രതികരിച്ചു. ആ പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകം മൊത്തം അറിഞ്ഞു. ഇങ്ങനെ ചൊറിയാണ്. എന്തിനാണ് ഇത്? അതുകൊണ്ട് എന്ത് നേട്ടമാണ്? എൻ്റെ പിന്നിലെന്താണ്? ചുരിദാർ പോലെ മാന്യമായ ഒരു വസ്ത്രം ഇന്ത്യയിൽ സ്ത്രീകൾ ധരിക്കുന്നത് കൊണ്ട് ആണോ ഇവിടെ മറ്റ് തോന്നലുകളും ചിന്തകളിലും ഒക്കെ മറ്റുള്ളവർക്കുണ്ടായിട്ടുള്ളതും പീഡനങ്ങൾ നടന്നിട്ടുള്ളതും ഒക്കെ? എന്തിൻ്റെ പേരിലാണ് അധ്യാപികയെ അത്തരത്തിൽ അപമാനിച്ചത്? പ്രധാന അധ്യാപികയാണ്. അവർ ചുരിദാർ ഇട്ട് എന്നതിൻ്റെ പേരിൽ അവരെ വഴിയിൽ ഗേറ്റിൽ തടഞ്ഞു. അവരവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അതാ പറഞ്ഞ പ്രതികരണം ഇങ്ങനെ പ്രതികരിക്കണം ഈ ജനങ്ങൾ. ചുരിദാർ ഇട്ടതിൻ്റെ പേരിൽ പ്രധാന അധ്യാപികയെ സ്കൂളിൽ കയറ്റാതിരുന്ന സംഭവത്തിൽ മാനേജർക്ക് വിദ്യാഭ്യാസ ഉപഡയറക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഗുരുതര ചട്ടലംഘനമാണ് നടന്നതെന്ന് 3 ദിവസത്തിനകം വിശദീകരണം നൽകിയില്ലെങ്കിൽ നടപടിയെടുക്കുമെന്നും നോട്ടീസിലുണ്ട്. ഇതിനിടെ സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു.
ആ അതായത് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ട ഇയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കിയതായി സ്കൂൾ മാനേജർ കെ സുരേഷ് കുമാർ അറിയിച്ചു. തൻ്റെ അറിവോടെയല്ല പ്രധാന അധ്യാപികയെ തടഞ്ഞതെന്നും പറയുന്നു. സംഭവം വൈറലായി വിഷയമായപ്പോഴത്തേക്ക് ആ സെക്യൂരിറ്റി ഗേറ്റ് കീപ്പറുടെ തലയിലോട്ട് കെട്ടിവെച്ച് ഒഴിയാനുള്ള ശ്രമമാണ്. അങ്ങനൊന്നും ഒരു നിർദ്ദേശമില്ലാതെ ഒരു സെക്യൂരിറ്റിയും ഒരു പ്രധാന അധ്യാപികയെ തടയുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാമാണ്, അതായത് എന്തും കാണിക്കാമെന്നാണ്. അപ്പോൾ ഇന്നത്തെ വാർത്ത ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ലെറ്റസ് റീഡ് വിത്ത് അബീസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.